ഗൈസ്, ഇന്ന് ഒരു തിങ്കളാഴ്ച ദിവസം കേട്ടോ. നമ്മളിന്ന് ഇറങ്ങിയിട്ടില്ല, ഇന്ന് ലീവാണ്. പിന്നെ നമ്മളെ വണ്ടി എന്തായാലും വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം. നമ്മളെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഉണ്ടല്ലോ, അത് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ തിങ്കളാഴ്ച ഒരു ദീപാവലി അല്ലേ, അപ്പോൾ ഇന്ന് നമ്മൾ ലീവാക്കി. ഇന്ന് മൊത്തത്തിൽ അങ്ങ് ലീവാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പ് പോട്ടെ കേട്ടോ. ഇപ്പോൾ സമയം എത്ര, 1 മണിയായി. നമ്മൾ ഉറങ്ങി എണീറ്റ് 1 മണിയൊക്കെ ആയിപ്പോൾ. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഒന്ന് വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടേലൊക്കെ പോകും. എന്തായാലും മൊത്തത്തിൽ ലീവാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും വർക്ക്ഷോപ്പ് പോട്ടെ. ഇന്നെന്തായാലും നമ്മൾ ഓടുന്നില്ല. നമ്മൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ന് റോഡിൽ വണ്ടികളൊന്നും ഇല്ല കേട്ടോ, ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെന്തായാലും ഒന്നും ഓടാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പ് പോട്ടെ. എന്തായാലും വർക്ക്ഷോപ്പ് പോയിട്ട് കാണാം. പിന്നെ നമുക്കൊരു സംഭവം വന്നിട്ട്, ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് കസ്റ്റമർ അടുത്തുനിന്ന്. റൈഡർ റിപ്പോർട്ട് എ മെക്കാനിക്കൽ ഇഷ്യൂ വിത്ത് യുവർ വെഹിക്കിൾ. വണ്ടി വർക്ക്ഷോപ്പിൽ കാണിക്കാനായിന്നാണ് റൈഡർ പറഞ്ഞത്. അതൊന്നും ഇപ്പം നമുക്ക് വിഷയമല്ല, നമ്മളത് നോക്കണില്ല കേട്ടോ. നമ്മളിതൊക്കെ വെറുതെ നമ്മൾ ഊബർ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അല്ലാതെ കസ്റ്റമർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ മെയിൻ്റെ വെക്കണ്ട, നമുക്ക് വലിയ വിഷയമായിട്ട് വരില്ല. ഇതിപ്പോൾ റൈഡർ, ഇപ്പോൾ ഏത് റൈഡറാണോ, ഏത് കസ്റ്റമറാണോ റിപ്പോർട്ട് ചെയ്ത് 2 ദിവസമായിട്ടോ നമ്മളെ ബ്രേക്ക് പാഡിൽ ചെറിയ സൗണ്ട് ബ്രേക്ക് ഔട്ടും. അപ്പം നമ്മൾ എന്തായാലും വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം. അപ്പം ഇനിയിപ്പോൾ ഇന്നലെ ഏതായാലും ഞായറാഴ്ച, ഇന്നലെ കൊണ്ടുപോകാൻ എടുക്കൂല. പിന്നെ തിങ്കളാഴ്ച ഏതായാലും നമുക്ക് ലീവ് എടുത്ത് തിങ്കളാഴ്ച കൊണ്ടുപോകാൻ വെച്ചാൽ ലീവാക്കി. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വെറുതെ എടുത്ത് നോക്കുമ്പോൾ റിപ്പോർട്ട് വന്നെടുക്കണം. നമ്മളെന്തായാലും വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോകട്ടെ. ഇനിയിപ്പോൾ അതായത് കസ്റ്റമർ റിപ്പോർട്ട് അടിച്ചിട്ടല്ല ഇത് കൊണ്ടുപോണേ. നമുക്ക് തന്നെ അറിയാം നമ്മളെ വണ്ടി ബ്രേക്ക് പാഡ് പോയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഏതായാലും ഇപ്പോൾ ഞായറാഴ്ച എന്തായാലും ഉണ്ടാവില്ല. പിന്നെ തിങ്കളാഴ്ച അങ്ങ് പോകാൻ വിചാരിച്ച് വിചാരിച്ചിട്ടാണ് നമ്മൾ വർഷം ശനിയാഴ്ച ഒന്നും കൊണ്ടുപോകാത്ത കേട്ടോ. അപ്പം അങ്ങനെയാണ് കഥകൾ. എന്തായാലും വർക്ക്ഷോപ്പ് കൊണ്ടുപോട്ടെ. എന്താ പണി ഇനിയിപ്പോൾ ബ്രേക്ക് പാഡ് തന്നെ ആണോന്ന് അറിയില്ല. അപ്പം അതായത് ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡ്, ഒരു 50ൻ്റെ മേലോട്ടൊക്കെ വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പം വണ്ടി ഭയങ്കര സൗണ്ട് ഉണ്ട്, കടകട സൗണ്ട് വരും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോയോക്കട്ടെ. എന്താ പണിയൊന്നും അറിയില്ല. ഇന്ന് റോഡിലൊന്നും ബ്ലോക്കില്ല കേട്ടോ. പൊതുവേ ഇന്ന് റോഡിൽ എവിടെയും ബ്ലോക്കില്ല. ഇനിയിപ്പോൾ ഇന്ന് ദീപാവലി ആയിട്ടായിരിക്കും, ദീപാവലി ആയതുകൊണ്ട് ബ്ലോക്കില്ല ആയിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഒന്ന് വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ സിനിമക്ക് പോട്ടോ. നമ്മളെ ഡ്യൂഡ് എന്നൊരു സിനിമ ഇറങ്ങിയതാണ്. അപ്പോൾ ചിലപ്പോൾ അതിന് പോകും. നോക്കട്ടെ, വർക്ക്ഷോപ്പിൽ എപ്പോഴാണ് പണി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ നോക്കട്ടെ. നമുക്ക് ഇന്ന് വണ്ടി ഒന്ന് വാഷ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ വിചാരിച്ചായിരുന്നു, ഇന്നലെ നൈറ്റ് വണ്ടി വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇന്നലെ നമുക്ക് നമ്മളെ ഓട്ടൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ എത്തിയപ്പം ചെറുതായിട്ടൊന്ന് മടി കുടുങ്ങി. അപ്പം നമ്മളെന്ത് ചെയ്തു, വാശിയിൽ നാളേക്ക് മാറ്റി വെച്ചു. അതായത് ഇന്ന് തിങ്കളാഴ്ചക്ക് മാറ്റി വെച്ച്. അപ്പോൾ തിങ്കളാഴ്ചക്ക് മാറ്റി വെച്ച്. പിന്നെ രാവിലെ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഉറക്കം കഴിഞ്ഞേ. നമ്മൾ എണീറ്റ് പിന്നെ മൊബൈൽ മേലെ ഇങ്ങനെ കളിച്ചിരുന്ന് അങ്ങനെ കുറേ നേരം ഇരുന്ന് അവസാനം ഇപ്പോൾ ഒരു 12 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വർക്ക്ഷോപ്പ്. സംഭവം നേരത്തെ ഇറങ്ങായിരുന്നു. നേരത്തെ ഇറങ്ങിയാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നമ്മളതായ കുറച്ച് പരിപാടികൾ നോക്കായിരുന്നു. ഇതിപ്പോൾ ഇനി വർക്ക്ഷോപ്പ് 1 മണി എപ്പോഴാണോ ഇനി വർക്ക്ഷോപ്പിൻ്റെ പരിപാടി കഴിയുക. ബ്രേക്ക് പാഡൊക്കെ പെട്ടെന്ന് വീലഴിച്ച് മാറ്റാനുള്ളൂ, പെട്ടെന്ന് മാറ്റി കഴിയും. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ തിരക്കുണ്ടെങ്കിലാണ് സീന്. തിരക്കില്ലെങ്കിൽ പെട്ടെന്ന് മാറ്റി കഴിയും ബ്രേക്ക് പാഡൊക്കെ. അപ്പം എന്തായാലും കൊണ്ടുപോക്കണം. ഇന്നൊരു സിനിമക്ക് പോകണമെന്നൊക്കെ ഉണ്ട്. എന്തായാലും നോക്കട്ടെ. എന്തായാലും നമ്മളിങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിന് കേട്ടോ. അവിടെ മൊത്തം വണ്ടികളാണ്. എപ്പോഴാണ് ഇനിയിപ്പോൾ നമ്മളെ വണ്ടി 2, 3, 4, 5ാമത്തെ വണ്ടിയാണ് നമ്മളത്. എപ്പോഴാണ് ഇനി വണ്ടി കിട്ടുക അറിയില്ല. നോക്കട്ടെ. ആൾ ഫുഡ് കഴിക്കാൻ പോയി. ആൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ വരട്ടെ. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടൊക്കെ പണിയെടുത്താൽ മതി. ഫുഡ് കഴിച്ച് വരട്ടെ. നമ്മളും ഫുഡ് കഴിച്ചിട്ടാന്ന്. ഫുഡ് കഴിച്ച് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ പരിപാടി നോക്കണം. നമ്മളെ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ടോ. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഡിസ്ക് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. പിന്നെ സൈലൻസ് പറഞ്ഞ ചെറിയൊരു സൗണ്ട് ഉണ്ട്, അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു.
അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും മൂപ്പര് ഇന്നെന്തായാലും വണ്ടി കിട്ടൂല, നാളേക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞേ. ഇന്നെന്തായാലും ഡിസ്ക് പോളിഷ് ചെയ്ത് കിട്ടൂല, പെഡലിമെന്നാണ് സൗണ്ട്, ബ്രേക്ക് പെഡലിമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പം ഇന്നും നാളെ ഇപ്പോൾ ഓട്ടം നടക്കില്ല. നാളെ ഇനി ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ നമ്മൾ നാളെ ഇനിയിപ്പോൾ രാത്രി ഇറങ്ങും കേട്ടോ ഓടാൻ. ചൊവ്വാഴ്ച ചിലപ്പോൾ രാത്രി ഇറങ്ങും ഓടാൻ. ചിലപ്പോൾ 2-3 ദിവസം നമ്മൾ രാത്രി ചലഞ്ച് എടുക്കും ഓടാൻ. രാത്രി എന്താ അവസ്ഥ നോക്കിയാണ്ട് നോക്കട്ടെ. നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ റൂമ് പോകട്ടോ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ചിലപ്പോൾ വല്ല പടത്തിനൊക്കെ പോകും. ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. 3 മണിയായി, ഇപ്പം തന്നെ 3 മണിയായി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് കളമശ്ശേരി വർക്ക്ഷോപ്പിലാട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിക്കും. അവിടെ CNG വർക്കാണ് മെയിനായിട്ട് എടുക്കല്. മൂപ്പര് ചെറിയ ചെറിയ പണിയൊക്കെ എടുക്കും. അപ്പോൾ മൂപ്പര് പറഞ്ഞ് എന്തായാലും അയച്ച് നോക്കണം വണ്ടി. അയച്ച് നോക്കാതെ എന്തായാലും അറിയാൻ കഴിയൂല വണ്ടീൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് വണ്ടി ഓടിച്ച് നോക്കിയാണ് ഇവർ പറഞ്ഞു പെഡലിൻ്റെ കുഴപ്പമാണ്, പിന്നെ ഡിസ്ക് എന്തായാലും കംപ്ലൈൻ്റ് ആയിന്, ഡിസ്ക് ഒന്ന് പോളിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സൈലൻസ് പറഞ്ഞ് ചെറിയൊരു വേറെ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നോക്കാമെന്ന്. പിന്നെ സസ്പെൻഷൻ എന്തോ ഒരു കംപ്ലൈൻറ്റ് ഇട്ടു, അതൊക്കെ നോക്കിയിട്ട് എന്തായാലും അയക്കാമെന്ന് പറഞ്ഞു. നമ്മളെ മുതലാളി എന്തായാലും പറഞ്ഞ് ഫുള്ള് പണി അയപ്പിച്ചിട്ട് വണ്ടി ഇറക്കിയാൽ മതി, ഒപ്പിച്ച് ഓടാൻ നിൽക്കേണ്ടതാണ്. മുതലാളി വേറെ മൂടി. അപ്പം ഞാൻ എന്തായാലും നമ്മളെല്ലാ പണിയും കഴിച്ചിട്ട് ഇറക്കും. ഇന്ന് വണ്ടി എന്താ വെച്ചാൽ സസ്പെൻഷൻ്റെ പണിയും സൈലൻസറിൻ്റെ പണിയും ഇന്ന് കഴിയും. പക്ഷേ ഈ ഡിസ്ക് പോളിഷ് ചെയ്ത് പുറത്തുനിന്ന് ചെയ്യണം എന്നാണ് പോലും പറഞ്ഞത്. അപ്പോൾ പുറത്തുനിന്ന് ചെയ്തെടുക്കുമ്പോൾ എന്തായാലും നാളെ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ വൈകുന്നേരം ആയല്ലോ. എന്തായാലും നമുക്ക് നാളെ വരെ, ഇന്നിപ്പോൾ എന്തായാലും നടക്കില്ല. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇന്ന് ചെറിയ വീഡിയോ ഒക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കുറവാട്ടോ. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യും. പുതിയ അടിപൊളി വീഡിയോസ് വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവാം. വർക്ക്ഷോപ്പിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മളെ റൂം ഇവിടെ തന്നെ കേട്ടോ. 1 കിലോമീറ്റർ പോകണ്ട, ഒരു 900 മീറ്റർ അപ്പുറമാണ്. നമ്മൾ ഫസ്റ്റ് വെറുതെ 10 കിലോമീറ്റർ അപ്പുറം കളമശ്ശേരി വെറുതെ പോയി, 5-8 കിലോമീറ്റർ വെറുതെ പോയി. അതിൻ്റെ ആവശ്യമില്ലേന്. നമ്മൾ പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നത്. നമ്മളെ CNG ടോട്ടൽ കഴിഞ്ഞിട്ട് 2 ഘട്ടമുണ്ടായി. അവിടെ പോയി ഇവിടെ എത്തിയപ്പോൾ CNG കഴിഞ്ഞ് ഇപ്പോൾ പെട്രോളാണ് ഓടുന്നത്. 2 ഘട്ടം പെട്രോൾ ഉണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അത് മതി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി പെട്രോൾ അടിച്ചിട്ട് കാര്യമില്ല. അല്ല അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലും പെട്രോൾ അടിച്ചിട്ട് വർക്ക്ഷോപ്പ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി CNG അടിക്കണം കേട്ടോ, പെട്രോളല്ല. CNG ഇപ്പോൾ വെറുതെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഓടാതെ. അത് കാലിയായി പോയി, എയർ കാലിയായി പോയാൽ കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇനി വർക്ക്ഷോപ്പ് പണി കഴിഞ്ഞിട്ട് ഇറക്കുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടിപൊളിയാക്കുക. നമ്മളിനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി പണി കിട്ടി, വണ്ടിക്ക് ഇല്ലെങ്കിൽ നമ്മളെന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ശരി ഗൈസ്, ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.